ഹായ് ഒരുവൺ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 11 ആണ്. അവിടെ നമ്മൾ ബാബേൽ ഗോപുരത്തെ പറ്റിയും അതുപോലെ ഷേം തൊട്ടുള്ള അബ്രഹാം വരെയുള്ള വംശപാരമ്പര്യത്തെ പറ്റിയും നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ടവർ ഓഫ് ബാബേൽ ഗോപുരം എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും ദൈവത്തെ ഡിസോബേ ചെയ്യുന്ന, ദൈവത്തെ അനുസരിക്കാത്ത ഒരു ജനതയെ നമ്മൾ അവിടെ കാണുവാനിടയാകുന്നു. കാരണം അവർ ആഗ്രഹിച്ചത് അവർക്കായിട്ടൊരു സിറ്റി ഉണ്ടാക്കി, നല്ല വാട്ടർ പ്രൂഫായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല ബലമുള്ള ഒരു സിറ്റി ഉണ്ടാക്കാനായിട്ട് അവർ തീരുമാനിച്ചായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. ആ ജനം അവിടെ ജനം തീരുമാനിച്ചായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. കാരണം അവർക്ക് ദൈവത്തിൻ്റെ ആ പ്രോമിസിനെ അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ടായില്ല. അതുകൊണ്ട് ഇനിയും ദൈവം ഒരു പ്രളയം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഒന്നും സംഭവിക്കരുത് എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ അവർ ഒരു കോട്ട പോലെ ഉണ്ടാക്കുന്നു, അതൊരു പശ വെച്ചുണ്ടാക്കുന്നു. വാട്ടർ പ്രൂഫായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിലേക്ക് എത്തുവാനായിട്ട് അവരവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിച്ചത് ഒരു ഏരിയ മാത്രം അവർ ഒക്കുപ്പൈ ചെയ്ത് ജീവിക്കണം എന്നുള്ളൊരു കാര്യമല്ല ദൈവം ആഗ്രഹിച്ചത് അവർ സ്പ്രെഡ് ചെയ്ത് ഭൂമി മൊത്തം സ്കാറ്റർ ചെയ്യണം എന്നുള്ളൊരു കാര്യമായിരുന്നു ശരിക്കും ദൈവം അവരിലൂടെ ആഗ്രഹിച്ചത്. പക്ഷെ അവരുടെ ആഗ്രഹം അതായിരുന്നില്ല. അവർക്ക് അവർ ഉള്ള ഏരിയ മാത്രം അവർക്ക് മതി. അവർക്ക് വേണ്ടി തന്നെ ഒരു കോട്ട പോലെ ഉണ്ടാക്കി അവർക്ക് പ്രൊട്ടക്ഷനാണ് അവർ നോക്കിയത്. അല്ലാതെ അവർ ദൈവത്തിന്റെ പ്രോമിസിനെ പറ്റിയല്ല നോക്കിയത്. അവർ അവരുടെ സേഫ്റ്റിയും അവരുടെ കംഫർട്ടുമാണ് നോക്കിയത്. അല്ലാതെ ദൈവം അവരിലൂടെ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമല്ല അവർ നോക്കിയത് എന്ന് നമ്മൾക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? നമ്മളുടെ കംഫർട്ടും നമ്മുടെ സേഫ്റ്റി സോൺ മാത്രം നോക്കിയാണ് നമ്മൾ ഇരിക്കുന്നത്. അതോ നമ്മൾക്ക് ദൈവം തന്ന പ്രോമിസിനെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ അതുപോലെ ഏറ്റെടുക്കാറുണ്ടോ? നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് കാണുന്നത് അവരുടെ ആഗ്രഹം, അവർ വലിയ ആകാശത്തോളം എത്തുന്ന ഒരു ടവർ ഉണ്ടാക്കാൻ, ഒരു ഗോപുരം ഉണ്ടാക്കാൻ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി അവരത് കഠിനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം അവരുടെ ഭാഷ കലക്കി കളഞ്ഞതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പേ നോഹയുടെ മക്കളും ഒക്കെ ആയിരുന്നപ്പോൾ അവരെല്ലാവരും ഒരു ഭാഷയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ടവർ ഓഫ് ബാബേൽ പണിയുന്ന സമയത്തും അവരെല്ലാവരും ഒരു ഭാഷ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ദൈവം അവരുടെ പിന്നിലുള്ള ആ ഒരു ദുരുദ്ദേശം കണ്ടപ്പോൾ, ദൈവത്തെ ഡിസോബേ ചെയ്യുന്ന ഒരു ജനമാണെന്നുള്ളത് കണ്ടപ്പോൾ ദൈവം അവരുടെ ഭാഷ കലക്കി കളഞ്ഞു. അവർ തമ്മിൽ സംസാരിക്കാതെ എന്താണെന്ന് അവർക്ക് മനസ്സിലാകാത്ത രീതിയിലേക്ക് ദൈവം അവരുടെ ഭാഷ കലക്കി കളയാനിടയായി തീർന്നു. അങ്ങനെ അവർക്ക് ആ ബാക്കിയുള്ള പണി ചെയ്ത് തീർക്കുവാനായിട്ട് സാധിച്ചില്ല. അവർ പലയിടത്തേക്ക് മാറിപ്പോകാനായിട്ട്, പല സ്ഥലങ്ങളിലേക്ക് സ്കാറ്റർ ചെയ്ത് പോകാനായിട്ട് അവർ നിർബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു അവർ ആ ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ദൈവം നമ്മൾക്ക് ഒരു പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളോട് ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ റിബല് ചെയ്തെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ പ്ലാൻ അത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. കാരണം ദൈവത്തിന്റെ പ്ലാൻ അവർക്കെയും സ്കാറ്റർ ചെയ്യണമെന്നായിരുന്നു. പക്ഷെ അവരുടെ പ്ലാൻ അതല്ലായിരുന്നു. അവരുടെ ആയിട്ടുള്ള ഏരിയ മാത്രം അവർക്കുണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷെ ദൈവം ചെയ്ത് അവരുടെ ഭാഷ കലക്കി അവരെ പലയിടത്തോട്ട് സ്കാറ്റർ ചെയ്യാനായിട്ട് അവരെ നിർബന്ധിക്കപ്പെടുവാനിടയായി തീർന്നു. കാരണം അവർ തമ്മിൽ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അവർക്ക് മാറി താമസിക്കേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ടാകുവാനിടയായി തീർന്നു. അപ്പോൾ ദൈവത്തിന്റെ പ്ലാൻ അതിലൂടെ ഫുൾഫില്ല് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നുവെന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അതുപോലെ മനുഷ്യന്റെ ആ പാപ സ്വഭാവം നമ്മളവിടെ കാണുന്നുണ്ട്. കാരണം അവരും ആ റിബല് ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു അവർക്കും അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചാൽ പാപ സ്വഭാവം അവരിൽ അപ്പോഴും ഉണ്ടായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ ഷേം തൊട്ട് അബ്രഹാം വരെയുള്ള തലമുറയെ പറ്റി പിന്നീട് നമ്മൾ ആ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആ ഷേമിയുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായിട്ട് വരുവാനായിട്ട് ഇടയായി തീർന്നത് നമ്മളവിടെ കാണുന്നുണ്ട്.
പ്രത്യേകിച്ച് അബ്രാമിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ അബ്രാം ഏറ്റവും നല്ല വിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ട് അബ്രഹാം ജീവിച്ചു എന്ന് അബ്രഹാമിൻ്റെ ജീവചരിത്രം നോക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ആ ഒരു ഭാഗത്ത് അബ്രഹാമിൻ്റെ അബ്രഹാമിൻ്റെ ജനനത്തിലൂടെ അബ്രഹാമിൻ്റെ ഭാര്യയിലൂടെ അവരുടെ കാര്യങ്ങൾ കൊണ്ട് ആ ചാപ്റ്റർ അവസാനിക്കുകയാണ് ചെയ്തത്. അവിടെ സാറായി എന്നൊരു ഭാര്യ അബ്രഹാമിനുണ്ടായിരുന്നു. അവർ മക്കളില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളത് അവസാനിക്കുന്നത്. അപ്പോൾ യേശു കർത്താവിൻ്റെ തലമുറ എന്ന് വെച്ച് നോക്കുമ്പോൾ യേശു കർത്താവിൻ്റെ തലമുറ വന്നത്, യേശു കർത്താവിൻ്റെ വംശപാരമ്പര്യം വന്നത് ഈ അബ്രഹാമിൻ്റെ ഒക്കെ മക്കളിലൂടെയൊക്കെയാണ് യേശു കർത്താവിൻ്റെ വംശപാരമ്പര്യം വരുവാനായിട്ട് ഇടയായി തീർന്നത്. അബ്രഹാമായിരുന്നു. അബ്രഹാമിൻ്റെ പിന്നെ പുറകോട്ടുള്ള വംശപാരമ്പര്യം നോക്കുമ്പോൾ അവർ വന്ന ശേമിൽ നിന്നുമായിരുന്നു അവരൊക്കെ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ശേമിനെയായിരുന്നു നോഹ ഏറ്റവും കൂടുതലും അനുഗ്രഹിച്ചതെന്നും കൂടെ നമ്മൾക്ക് ശേമിനെ യാഫത്തിനെ അനുഗ്രഹിച്ചു എങ്കിൽ പോലും ശേമിന് അല്പം കൂടി കൂടുതൽ അനുഗ്രഹം അവർക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ശേമിലൂടെയായിരുന്നു യേശു കർത്താവും ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യരുടെ റിബല്യൻ അത് ദൈവം ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമേ അല്ല. മനുഷ്യരുടെ പ്ലാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ്, ദൈവം തന്നിരിക്കുന്ന ബ്ലെസ്സിങ്, അത് അല്ലെങ്കിൽ ദൈവം നമ്മൾ പറഞ്ഞ കൽപ്പന അത് നമ്മൾ ലംഘിക്കാനായിട്ട് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അതോ ലംഘിച്ചെങ്കിൽ കൂടെ ദൈവം ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ ദൈവത്തിൻ്റെ പ്ലാൻ ദൈവം നിവർത്തിക്കും. അത് നമുക്ക് അവിടെ കാണാനായിട്ട് കാരണം മനുഷ്യർ അത്രയും എതിർത്ത് അല്ലെങ്കിൽ അവർ റിബല് ചെയ്ത് നിന്നുവെങ്കിൽ കൂടെ ദൈവം പറഞ്ഞു നിങ്ങളെ സ്കാറ്റർ ചെയ്യിക്കും എന്ന് പറഞ്ഞ് ദൈവം അവരെ സ്കാറ്റർ ചെയ്യിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ അവർക്ക് ഭാഷ അറിയത്തുണ്ട്, അവർക്ക് സ്കാറ്റർ ചെയ്യാണ്ട് പലയിടത്തും മാറി താമസിക്കാൻ നിർബന്ധരായി തീർന്നു നമ്മളെ കാണുന്നത്. ദൈവത്തിൻ്റെ പ്ലാൻ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളതിനെ എഗൻസ്റ്റ് നിന്നാൽ നമ്മൾ എത്ര മറുതലിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്ലാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തില്ല. ദൈവത്തിൻ്റെ പ്ലാൻ ദൈവം ചെയ്യുമെന്നുള്ളൊരു കാര്യം നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചിന്ത നിങ്ങൾക്ക് തന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മൾ തന്നെ സ്വയം പരിശോധിച്ചുകൊണ്ട് ജീവിക്കും. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, ദൈവത്തിൻ്റെ പ്ലാനിന് ചേർന്ന് നമ്മൾ ജീവിക്കുന്നു അതോ ദൈവത്തിൻ്റെ പ്ലാൻ നമ്മൾ റിബൽ ചെയ്ത് ജീവിക്കുന്നു എന്നത് നമുക്ക് സ്വയം ചിന്തിച്ചുകൊണ്ട് നമുക്കിരിക്കാം. ഈ വചനങ്ങൾ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് മാത്രം